Hi all, hearty welcome to our spoken English class. ഇന്നത്തെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ വേറെ 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹൂ ആൻഡ് ഹൂസ്. അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ഏത് എന്നുള്ള ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ എന്ത് ഏത് എന്നുള്ളത് ചില ഘട്ടങ്ങളിൽ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് വരുന്നു, പക്ഷെ അത് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ സാധാരണ പറയുന്നത് പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇതിലെ കണ്ടന്റ്സ് ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ അതുപോലെ ലൈക്ക് ഇടാനും കമന്റ് ഇടാനും ഒന്നും മറക്കരുത്. ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് എന്ത് എന്നുള്ള ചോദ്യം എങ്ങനെ ചോദിക്കാം എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്കറിയാം എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് വാട്ട് എന്നാണ്, അല്ലെ? വാട്ട്. അപ്പൊ എന്താണ് എന്നുള്ളത് വാട്ട് ഈസ്. എന്ത് ആണ് എന്നുള്ള വാക്കാണ് ഈസ് എന്നുള്ളത്, അല്ലെ? ഇസ്, ആം, ആർ ഇതൊക്കെ നമ്മൾ ആണ് എന്നുള്ള ആകുന്നു എന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇത് ആണ് നമ്മൾ സാധാരണയായിട്ട് ഈ ക്വസ്റ്റ്യൻസിന്റെ കൂടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ എന്താണ്, അപ്പൊ വാട്ട് ഈസ്. നിങ്ങളുടെ പേര് എന്താണ്? അപ്പൊ വാട്ട് ഈസ് യുവർ നെയിം. നിങ്ങളുടെ പേര് എന്താണ്? ഓക്കെ, നിങ്ങളുടെ പേര് എന്താണ്? ഇനി നിങ്ങളുടെ കയ്യിൽ എന്താണ്? വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്. വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്. നിങ്ങളുടെ കയ്യിൽ എന്ന് പറയുമ്പോ ഇൻ അല്ലെ? ഇൻ മൈ ഹാൻഡ്സ് അല്ലെങ്കിൽ ഇൻ യുവർ ഹാൻഡ്സ്. വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്. നിങ്ങളുടെ കയ്യിൽ എന്താണ്? ഓക്കെ, ഇനി വേറൊരു ചോദ്യം. നിങ്ങളുടെ വീട്ടിൽ എന്താണ്? വാട്ട് ഈസ് ഇൻ യുവർ ഹൗസ്. വാട്ട് ഈസ് ഇൻ യുവർ ഹൗസ്. അവിടെ എന്താണ്? വാട്ട് ഈസ് ദേർ. വാട്ട് ഈസ് ദേർ. അവിടെ നടക്കുന്നത് എന്താണ് അല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്? അപ്പൊ വാട്ട് ഈസ് ഹാപ്പനിങ് ദേർ. വാട്ട് ഈസ് ഹാപ്പനിങ് ദേർ. ഇനി എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് വേറൊരു എക്സ്പ്രഷൻ ആണ് വാട്ട് ഈസ് ഗോയിങ് ഓൺ. വാട്ട് ഈസ് ഗോയിങ് ഓൺ. ഓക്കെ, എന്താണ് ഓടുന്നത്? വാട്ട് ഈസ് റണ്ണിങ്. വാട്ട് ഈസ് റണ്ണിങ്. നമുക്ക് സാധാരണ ഹൂ ഈസ് റണ്ണിങ് എന്നാണ്, ആരാണ് ഓടുന്നത്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു അനിമൽസ് എന്തെങ്കിലും ഓടി പോവുകയാണെങ്കിൽ നമ്മൾ വാട്ട് ഈസ് റണ്ണിങ്. നിങ്ങളുടെ പോക്കറ്റിൽ എന്താണ്? വാട്ട് ഈസ് ഇൻ യുവർ പോക്കറ്റ്. വാട്ട് ഈസ് ഇൻ യുവർ പോക്കറ്റ്. നിങ്ങളുടെ ബാഗിൽ എന്താണ്? വാട്ട് ഈസ് ഇൻ യുവർ ബാഗ്. വാട്ട് ഈസ് ഇൻ യുവർ ബാഗ്. എന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൻഡ്. വാട്ട് ഹാപ്പൻഡ്. എന്ത് സംഭവിക്കും? വാട്ട് വിൽ ഹാപ്പൻ. വാട്ട് വിൽ ഹാപ്പൻ. ഓക്കെ, നീ എന്ത് കഴിക്കും? നീ എന്ത് കഴിക്കും? വാട്ട് വിൽ യു ഈറ്റ്. വാട്ട് വിൽ യു ഈറ്റ്. നീ എന്താണ് ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്. വാട്ട് ആർ യു ഡൂയിങ്. നീ എന്താണ് എഴുതുന്നത്? വാട്ട് ആർ യു റൈറ്റിംഗ്. വാട്ട് ആർ യു റൈറ്റിംഗ്. ഓക്കെ, അപ്പൊ വാട്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെ ചോദിക്കാമെന്ന് മനസ്സിലായി. ഇനി ഏത് എന്നുള്ളത്, ഏത്. ഇപ്പൊ ഏത് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഇതിൽ ഏതാണ് നിങ്ങളുടേത് എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഏത്. അപ്പൊ അതിനുപയോഗിക്കുന്ന വാക്കാണ് വിച്ച്. വിച്ച്. ഏതാണ് നിങ്ങളുടെ വീട്? വിച്ച് ഈസ് യുവർ ഹൗസ്. ഏതാണ് നിന്റെ ബാഗ്? വിച്ച് ഈസ് യുവർ ബാഗ്. കണ്ടോ, ഇവിടെ ആദ്യം വിച്ച് ഉപയോഗിച്ചു, അതിനുശേഷം സാധാരണ പോലെ നമ്മൾ ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിച്ചു, അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തിനെ പേര് ഏതാണ് എന്ത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ വിച്ച് ഈസ് യുവർ ബാഗ്. ഏതാണ് വഴി? വിച്ച് ഈസ് ദ വേ. വിച്ച് ഈസ് ദ വേ.
ഏതാണ് നിന്റെ വീട്ടിലേക്കുള്ള വഴി? Which is the way to your home? Which is the way to your home? Okay. ഏതാണ് നിന്റെ സ്കൂൾ? Which is your school? Which is your school? ഏത് ചോദ്യമാണിത്? Which question is this? Which question is this? ഏത് പൂവാണത്? Which flower is that? Which flower is that? ഏത് പൂക്കളാണ് അവ? Which flowers are those? Which flowers are those? ഇപ്പൊ ശ്രദ്ധിച്ചാ, ഇപ്പൊ നമ്മൾ ഈസ് ആണെങ്കിൽ ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് സിംഗുലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഒന്നിലധികം കാര്യങ്ങൾ വരുമ്പോഴേക്കും നമുക്ക് ആ വെർബുകളും മാറ്റി കൊടുക്കണം. അതായത് വിച്ച് ഈസ് ദിസ് ഫ്ലവർ, ഇത് ഏത് പൂവാണ് എന്ന് പറയുമ്പോ ഒരു പൂവിനെ കുറിച്ച് ആയതുകൊണ്ട് വിച്ച് ഈസ് എന്നുള്ളത് ചേർത്തു അല്ലെ. ഈസ് എന്നുള്ളത് ഒരെണ്ണത്തിന്റെ കൂടെ ചേർക്കുന്നതാണ്. അപ്പൊ വിച്ച് ഈസ് ദിസ് ഫ്ലവർ, കണ്ട ഒരെണ്ണുള്ളൂ. അപ്പൊ ഈ പൂക്കൾ ഏതാണ് എന്ന് ചോദിക്കുമ്പോഴേക്കും വിച്ച് ആർ ദോസ് ഫ്ലവേഴ്സ്, ആ പൂക്കൾ, വിച്ച് ആർ ദോസ് ഫ്ലവേഴ്സ്. കണ്ട, അതിനെങ്ങനെ ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ വ്യത്യാസപ്പെടും. ഏതാണ് ഈ പേനകൾ? വിച്ച് ആർ ദീസ് പെൻസ്? വിച്ച് ആർ ദീസ് പെൻസ്? ഏതാണ് ഈ സ്കൂളുകൾ? വിച്ച് ആർ ദീസ് സ്കൂൾസ്? വിച്ച് ആർ ദീസ് സ്കൂൾസ്? ഈ രീതിയിൽ നമുക്ക് വിച്ച് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾ മാക്സിമം നമ്മൾ വാട്ട്, വിച്ച് എന്നീ ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ചിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ ഇതിന് ശേഷം നിങ്ങൾക്കുള്ള വർക്ക് ഇടും. അപ്പൊ അതിൽ നിങ്ങൾ നന്നായിട്ട് ആ വർക്ക് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇനി അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.